കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം വളരെ ഗുരുതരമാണ്. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല, പോറ്റി ആരാണെന്ന് പോലും അറിയില്ല, പോറ്റിയുടെ വീട്ടിൽ പോയത് എന്തിനാണ്, പോറ്റിക്ക് സമ്മാനം കൊടുത്തത് എന്തിനാണ്, പോറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ കാണിച്ചപ്പോൾ മാറ്റി പറയേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ വീണ്ടും പോറ്റിയും പ്രതിഭയും കൂടി കടകംപള്ളിയെ കുരുക്കിയിരിക്കുകയാണ്. പ്രതിഭ കടകംപള്ളിയെ ഒറ്റിയോ പോറ്റിക്കൊപ്പം നിന്ന്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിൽക്കലെത്തി. ഒരാഴ്ചക്കുള്ളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ മത്സരിപ്പിക്കാനായിട്ട് CPM തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ടേം വ്യവസ്ഥയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ തീർച്ചയായിട്ടും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ കടകംപള്ളി സുരേന്ദ്രനെതിരെ നേരത്തെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിനകത്ത് ബന്ധമുണ്ട്, ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് അറസ്റ്റുകളെല്ലാം നടന്നപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കോ പോയില്ല. അന്ന് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നായിരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ, എന്തോ സപ്തതിയോ അങ്ങനെയുള്ള ചടങ്ങിൽ അവിടെ പോയി അവിടെ ഒരു കുട്ടിക്കോ മുതിർന്ന ആൾക്കോ ഗിഫ്റ്റ് കൊടുത്തു. ഇതൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പോയിട്ടുണ്ടാകാം, പിന്നീട് ഇങ്ങനെ ഒരാളെ അറിയാമായിരുന്നു, അപ്പോൾ മന്ത്രി എന്ന നിലയിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ആദ്യമില്ല എന്ന് നിഷേധിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് സംഭവിച്ചു. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു വലിയ മൊഴി നൽകിയിരിക്കുകയാണ്. ആ മൊഴി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ കുരുക്കായി മാറുന്നു. അതായത് ഇപ്പോൾ ഈ ബംഗളൂരുവിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സ്വർണ്ണ വ്യാപാരികളുണ്ടല്ലോ, ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത് ദേവസ്വം മന്ത്രിയായിരുന്നുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. പറയുന്നത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ അതിനെ അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. മാത്രവുമല്ല, ഈ ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നവരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം സൃഷ്ടിച്ചത്, ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് നിർണായക പങ്കുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? ഇതാണ് ഇവിടെ ഉയർന്ന ആരോപണം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ ഇത് നിർണായക മൊഴിയായിട്ട് എടുത്തുകൊണ്ട് SITക്ക് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാം. മാത്രമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ അണ്ടറിലാണ്. അപ്പോൾ ഹൈക്കോടതി ഇത്തരം ഒരു ആരോപണം ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ സ്വാഭാവികമായിട്ട് ഇവരോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല? ഇത് കടകംപള്ളിക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഒരു തവണ ദേവസ്വം മന്ത്രിയായിരുന്നു, ഒരു തവണ MLA ആയിരുന്നു. വീണ്ടും LDF 3.0 വരികയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും മന്ത്രിസഭയിൽ കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് അടയുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒടുവിൽ മാധ്യമങ്ങൾ തന്നെ ഈ കടകംപള്ളിയോട് ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഇടനില നിന്ന പ്രതിഭ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. ഈ പ്രതിഭയുമായിട്ട് തനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. പ്രതിഭയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ വീടിന് സമീപത്തുള്ള ഒരു സ്ത്രീയാണ്. അവരൊരു സ്കൂൾ നടത്തുകയായിരുന്നു, അവരുമായി അങ്ങനെ ഒരു പരിചയം ഉണ്ടാകാം എന്നുള്ള രീതിയിലൊക്കെ ഒഴുക്കം മട്ടിൽ പറയുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നു, അല്ല, പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഇടപെടലുണ്ടായല്ലോ. 10 വർഷമായിട്ട് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തവണ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് ബന്ധമില്ല. മന്ത്രിയായിട്ടുള്ള MLA ആയിട്ടുള്ള CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് ഒരാവശ്യമുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമോ? ഒരു ഫോൺ കോളിൽ കാര്യങ്ങൾ തീർക്കാൻ കഴിയുന്ന അത്ര ബലമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. അങ്ങനെ ആർജവമുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത് വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാവുകയാണ്. എന്തിനാണ് പ്രകോപിതനാകുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ബോഡി ലാംഗ്വേജിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അറിയാം, അത് ഞാൻ പിന്നീട് പറയാം. വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത്, താങ്കൾ അത് വ്യക്തമാക്കൂ, നിങ്ങൾ എന്തിനാണ് എന്നെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത്, എന്നെ എന്തിനാണ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് മേൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് ചോദിച്ചാൽ അത് കരിവാരിത്തേക്കലാകുന്നു, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തലാകുന്നു. എന്തുകൊണ്ട്? ഒരാഴ്ചയ്ക്കിപ്പുറം CPM തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തിറക്കാനായിട്ട് പോകുന്നു. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിജയിച്ച എല്ലാ MLA മാരും മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സംശയമില്ലാത്ത അവസ്ഥ വന്നു. ഈ ഒടുവിലത്തെ നിമിഷത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള നീക്കം വന്നാൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാം. മാത്രമല്ല, കഴക്കൂട്ടം പോലൊരു നിയോജക മണ്ഡലത്തിൽ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ക്രമാനുഗതമായ വേഗത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് ഒരുപക്ഷെ CPMൽ കടകംപള്ളി സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ കഴക്കൂട്ടത്ത് മത്സരിക്കുകയും കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വർണ്ണക്കുള്ള ആരോപണം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ അതൊരു വലിയ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്താൽ CPMന് ആ സീറ്റ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജീവിതകാലം മുഴുവൻ കടകംപള്ളി സുരേന്ദ്രൻ പേറുകയും ചെയ്യേണ്ടി വരും. ഇതായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെ ഇത്രയധികം
പ്രകോപിതനാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലാണ് നമ്മൾ കടകംപള്ളിയുടെ ബൈറ്റ് കാണുന്നത്. കടകംപള്ളി ഇത്രയും നാളെ പറഞ്ഞതിലൊക്കെ ഉണ്ടായിരുന്നതിൽ ഒരു ഊർജ്ജം നഷ്ടപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഭയന്ന് ഓരോ വാക്കുകളിലും ആ വിറയൽ നമുക്ക് കൃത്യമായി, അല്ലെങ്കിൽ ഭയം നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പോൾ അതിലെ തന്നെ അവതാരകൻ അബ്ജോദ് വർഗീസ് അദ്ദേഹം പറഞ്ഞ കാര്യം 2026 ഇന്നലെ നമ്മൾ, അതായത് 10-ാം തീയതി നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അതിന്റെ കാര്യം വിളിച്ചാൽ അവർ ഫോൺ ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കട്ടെ, സാറില്ല, സാറ് വരട്ടെ, 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയുന്നിടത്ത് 2024 പിന്നെ തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം കടകംപള്ളി പോയി പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീയുമായി സാമ്പത്തികമായ ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് പറയുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, അങ്ങനെ ഒരു കേസേ ഇല്ല എന്ന് പോലീസുകാർ പറയുന്നു, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പോലീസുകാർ പറയുന്നു. CPM-ന്റെ പോലീസ്, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, അവരുടെ കീഴിലുള്ള പോലീസ്, അവര് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് മന്ത്രി, അല്ല പോയി ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് ഏതെങ്കിലും മന്ത്രി വന്ന് പുറത്ത് പറയുമോ? ഇല്ല. പ്രത്യേകിച്ച് കടകംപള്ളി, കാരണം അദ്ദേഹത്തിന് എല്ലാം ഒന്നും ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്. എല്ലാ തെളിവുകളും കാണിക്കുമ്പോൾ മാത്രം ഓർമ്മ വരുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു അസുഖമുള്ള ഒരു മനുഷ്യനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീജി പറഞ്ഞതുപോലെ കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് BJPക്ക് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനൊക്കെ നിന്നൊരു മത്സരിച്ച മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവിടെ വോട്ട് വീതം കൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇത്തവണ കഴക്കൂട്ടത്ത് ഇതുവരെയുള്ള പേരുകൾ കേൾക്കുകയാണെങ്കിൽ V മുരളീധരനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നത് BJP-യാണ്. എന്റെ വിജയം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ CPM-നെ തകർക്കാൻ ചിലർ കരിവാരി തേൽക്കുന്നു, ചിലർ ശ്രമിക്കുന്നു, അതുകൊണ്ടാണ് ഈ പരാതി കൊടുത്തത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പറയേണ്ടത് ഈ പ്രതിഭ പറയണം, ഞാൻ ഇതുവരെ കടകംപള്ളിയെ കണ്ടിട്ടില്ല. ഈ പ്രതിഭയുടെ വീട് എവിടെയാണെന്ന് VK പ്രശാന്തിന്റെ അമ്മാവൻ CPM-ലെ നേതാവായ അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് ഈ പ്രതിഭ താമസിക്കുന്നത്. അപ്പൊ പ്രതിഭ അറിയില്ല എന്ന് പറഞ്ഞത് കള്ളമാണ്. പ്രതിഭ അറിയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് എന്ന് അപ്പൊ അന്വേഷിച്ചപ്പോ പ്രതിഭയെ അന്വേഷിച്ച മന്ത്രിക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ പ്രതിഭയെ മന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി തുമ്പ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി, അതിൻ്റെ അകത്തും ഏതെങ്കിലും പിന്നെ BJP-യോ RSS-ഓ കോൺഗ്രസോ പിന്നെ പാർട്ടിയുമായി അനുഭവമുള്ള ഏതെങ്കിലും പോലീസുകാർ കാണും. അവർ നാളെ അത് മന്ത്രി പോയിട്ടുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടും. അപ്പൊ മന്ത്രിക്ക് വീണ്ടും ബോധം വരും, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, അന്ന് ആ വഴിക്ക് പോയപ്പോഴെപ്പോഴോ വിളിച്ചു, ഞാൻ അന്ന് അകത്ത് കയറി ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തി. ഇനി പോറ്റി പറഞ്ഞത് മന്ത്രിയെ പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ, ഈ കർണാടകയിലെ റിയൽ എസ്റ്റേറ്റ് ഉടമകളെ അത്രയും പരിചയപ്പെടുത്തിയത് മന്ത്രിയാണ്. മന്ത്രിക്ക് അതിന് ഉത്തരവില്ല. അത് ചോദിച്ചപ്പോൾ മന്ത്രി ഈ പ്രതിഭയിലും പോറ്റിയിലും ഈ തന്നെ കുടുക്കിയതിൽ നിന്ന് കളിക്കുകയാണ്. മറ്റേ ഒരു കാര്യത്തിലും മന്ത്രിക്ക് ഉത്തരവില്ല. കടകംപള്ളി ഭയന്ന് വിറച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശബരിമല വിഷയം ഇപ്പോൾ ആളുകൾക്ക് കേൾക്കാൻ, കാരണം ഇത് ഒരിക്കലും തെളിയില്ല. അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയവരൊക്കെ വാങ്ങിയവരും എടുത്തവരും എല്ലാം സുഖിച്ച് ജീവിക്കുന്നുണ്ട്. ഇത് പുറത്തു വരില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയം മാഞ്ഞിരിക്കുമ്പോഴാണ് പോറ്റി വീണ്ടും ഈ പരാതി DGP-ക്കാണ് പരാതി നൽകിയിരിക്കുന്നത്, പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കടകംപള്ളിയും കൊണ്ടേ പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കടകംപള്ളി ഇനി എത്രയൊക്കെ ഇതുപോലെ തന്നെയാണ് പോറ്റിയെ മറിയില്ല എന്ന് പറഞ്ഞ പോറ്റിയോടൊപ്പം നിൽക്കുന്നത്, ഇരിക്കുന്നത്, ഹോട്ടലിൽ പിന്നെ വിമാനത്താവളത്തിൽ ഇരിക്കുന്നത്, ബാംഗ്ലൂർ പോയി അടക്കം ഫോട്ടോകൾ പുറത്തു വന്ന് പറയണം എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊരു രീതിയുമായി കടകംപള്ളി രംഗത്തെത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിന്ന് കടകംപള്ളിക്ക് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് തോന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ ഭയമുണ്ട്. അതിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ CPM-ന്റെ തിരുവനന്തപുരത്തെ ഏറ്റവും സമുന്നത നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഈ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അങ്ങനെയുള്ള ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, CPM അണികൾ, എന്തിന് സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി മാറ്റി പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇവിടെ പ്രതിഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടപാട് നടത്തി പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇതെനിക്ക് യാതൊരു ബന്ധവുമില്ല, 10 വർഷമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിന് ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാലോ ഈ കാര്യങ്ങൾ രമ്യമായിട്ട് തീർക്കാൻ കഴിയും. അങ്ങനെയുള്ള കടകംപള്ളി സുരേന്ദ്രൻ പോലീസ് സ്റ്റേഷന്റെ കാര്യത്തിൽ ഈ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ
കൂടുതൽ അപഹാസ്യനായിട്ട് മാറും. അപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടിയെ വളരെയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ മുമ്പിൽ കൂടുതൽ അപഹാസ്യനായിട്ട് പോവുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പോലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലെത്തി. നിങ്ങളാണ് എന്നെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളാണ് എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സാഹചര്യത്തിലാണ് വീണ്ടും എൻ്റെ നേരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുമായിട്ട് കടകംപള്ളി സുരേന്ദ്രനുള്ള ബന്ധം അല്ലെങ്കിൽ അതില്ലാതാക്കാനായിട്ട് പാർട്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയ മൊഴി വളരെ നിർണായകമാണ്. ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള ഒരു പരാമർശം നടത്തിയാൽ ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജയിലിനുള്ളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടി എന്ന നിലയിൽ CPM-ന് ഉണ്ടാക്കാവുന്ന ഈ സമ്മർദ്ദം അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വളരെ അപ്പുറത്തായിരിക്കും. അതിൻ്റെ മുഴുവൻ പാപഭാരവും ചുമക്കേണ്ടി വരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഈ പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.